ഫിത്നയും ഫസാദും നിറഞ്ഞൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ നാം ഇടപെടുന്ന മേഖലകളിൽ നാം ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഉള്ള കാലം പ്രസംഗത്തിലും വഅദിലും അതല്ലെങ്കിൽ ഉപദേശങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ ഉസ്താദുമാരും മറ്റുമൊക്കെ ഇടപെടേണ്ടത്. ഒന്നാമത്തത് വ്യഭിചാരത്തെക്കുറിച്ചാണ്. വ്യഭിചാരം ഇന്ന് സാർവത്രികമായ രൂപത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരത്തിൻ്റെ മേഖല കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് പോകുന്നത് വ്യഭിചാര മേഖലയാണ്. അത് ഡയറക്റ്റുള്ള വ്യഭിചാരമുണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതിലും മറ്റൊക്കെ ആയിട്ട്. രണ്ടാമത്തൊന്നാണ് റിദ്ദത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ. അത് വേഷം കെട്ടിലൂടെയുണ്ട്, അതുപോലെ തന്നെ സംസാരത്തിലൂടെയുണ്ട്, പ്രവൃത്തി പദങ്ങളിലൂടെയുണ്ട്. അതൊക്കെയാണ് ഈ ജനങ്ങൾ ഉത്ബോധിപ്പിക്കേണ്ടത്. മറ്റൊന്നാണ് പലിശ തിന്നുന്നത് ഇന്ന് സാർവത്രികമാണ്. പലിശ ഏത് രൂപത്തിൽ പൈസ കിട്ടിയാലും ജീവിക്കണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള രൂപത്തിൽ. ചെറിയൊരു ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങിയാൽ തന്നെ പലിശ. അങ്ങനെ പലിശ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലിശയെ ശക്തിയുക്തം എതിർക്കേണ്ട സമയമാണിപ്പോൾ. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഈ 3 കാര്യങ്ങൾ നാം എടുത്ത് അതിനെ മോട്ടിവേഷൻ കൊടുത്താൽ തന്നെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിദ്ദത്ത് എന്നുള്ളത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, കാഴ്ചകൾ. അങ്ങനെ പലിശ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നാം നിലകൊള്ളുന്നത്. പലിശയും ഈ വ്യഭിചാരവും റിദ്ദത്തും. ആ റിദ്ദത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കണം. കാരണം മുസ്ലിം സമുദായം മറ്റു മതങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ മോട്ടിവേഷനുകളിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോഴും അല്ലെങ്കിൽ റീൽസ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ മറ്റു വീഡിയോസുകൾ പ്രദർശിപ്പിക്കുമ്പോഴൊക്കെ ഇസ്ലാമിന് എതിരായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളായി മാറാറുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത്. അപ്പോൾ ഈ 3 കാര്യം ഫോക്കസ് ചെയ്ത് നാം നിലകൊള്ളുന്ന മേഖലകളിൽ നല്ലോണം ഒരു മോട്ടിവേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതായിരിക്കണം നമ്മുടെ ഇനിയുള്ള കാലത്തെ ചിന്തകൾ. കാരണം വ്യഭിചാരം അധികരിച്ച് ജനങ്ങൾ വ്യഭിചാരത്തിന് വില വെക്കാത്ത രൂപത്തിൽ, എന്തിനു പറയണം, നടന്നു പോകുന്ന വഴിയിൽ വ്യഭിചരിക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് വ്യഭിചരിക്കടാ എന്ന് പറയേണ്ട ഒരു കാലത്താണ്. അല്ലാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ.